ഹലോ, എല്ലാവർക്കും കേൾക്കുന്നില്ലേ? വോയിസ് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് ഓക്കെ, നമ്മൾ 8:30-ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ചുപേര് കൂടെ നമുക്ക് കയറുമെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ നിരീക്ഷണത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ ലാസ്റ്റ് ചോദിക്കുകയോ ചെയ്യുക. ലാസ്റ്റ് ചോദിച്ചാൽ എനിക്ക് എന്താ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പറഞ്ഞു പോവാൻ പറ്റും. ഓക്കെ, ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ്. ഞാൻ നെറ്റ് JRF ക്വാളിഫൈഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പഠിപ്പിക്കുക എന്നുള്ളൊരു മേഖലയിലേക്ക് വന്നത്. 3 വർഷക്കാലം കോളേജിലായിരുന്നു എനിക്ക് അധ്യാപനം ഉണ്ടായിരുന്നത്. കാരണം ഞാൻ നേരിട്ട് പഠിച്ച സമയത്തായിരുന്നു ഞാൻ ഈ പരീക്ഷകൾ ക്വാളിഫൈഡ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സെറ്റിന്റെയോ കേട്ടറ്റിന്റെയോ ആവശ്യമില്ലാതെ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, കോളേജ് ലെവലിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. അപ്പൊ നിങ്ങളും ഏറ്റവും നല്ല ഒരു ടൈമായിട്ട് പറയുന്നത് ഈ പഠിക്കുന്ന സമയത്തോ ഏത് സമയത്താണെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആവുന്നത് നല്ല കാര്യം തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ക്വാളിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓക്കെ, ഞാനപ്പോ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇനി വരുന്നവർ വരട്ടെ. 8:30 ആയി കഴിഞ്ഞു. ഇനിയിപ്പോ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇനി എനിക്ക് നിങ്ങളുടെ വോയിസുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ മെസ്സേജുകൾ ഇടുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലിയർ ഇല്ലാതെ തോന്നുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈക്ക് ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഓക്കെ, നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2024 നെറ്റ് പരീക്ഷ, അതായത് അടുത്ത നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തീവ്രമായിട്ട് തയ്യാറെടുക്കുന്നവരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം നമ്മൾക്ക് ഈ നെറ്റ് പരീക്ഷ വളരെ, അല്ലെങ്കിൽ നെറ്റ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചാണെങ്കിലും നമ്മുടെ അക്കാദമിക് മേഖലയിലുള്ള പഠിതാക്കളുടെ ഉയർച്ചയിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ നെറ്റ് എന്നുള്ളത് വളരെ വലിയൊരു ഘടകമായിട്ട് മാറുന്ന സമയത്ത് നമുക്കൊരു ക്വാളിഫിക്കേഷൻ എന്നുള്ളതിനേക്കാളേറെ ഈ നെറ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അധികമായിട്ട് പ്രദാനം ചെയ്യുന്നുണ്ട്. ഒരു അക്കാഡമിക് മേഖലയിൽ നമ്മുടെ ഒരു എക്സലൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നെറ്റ് പരീക്ഷ മാറുന്നുണ്ട്. അപ്പൊ 2024 വരുന്ന നെറ്റ് പരീക്ഷയില് എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്താണ് ഈ നെറ്റ് പരീക്ഷ, നെറ്റ് പരീക്ഷ ജയിക്കുന്നത് കൊണ്ടുള്ള നമുക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആരാണിത് നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ അറിയണം. 2024 നെറ്റ് പരീക്ഷയ്ക്ക് അതിനു മുൻപ് വേറൊരു കാര്യം പറയാം. എന്താ ഈ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്? എന്താ, ഇതൊരു ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പല ലെവലുകളുണ്ട്. കേട്ടറ്റ് എന്നും സെറ്റ് എന്നും നെറ്റ് എന്നും, കേട്ടറ്റ്, സീറ്ററ്റ്, സ്ലെറ്റ്, സെറ്റ്, നെറ്റ്, അങ്ങനെ പല പല യോഗ്യതകളുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന യോഗ്യതയാണ് നെറ്റ് എന്ന് പറയുന്നത്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് നെറ്റ് എന്ന് പറയുന്നത്. ഇത് നടത്തുന്നത് UGC ആണ്. UGC ആണ് നടത്തുന്നത്. എന്തിനാണ്? കോളേജ് അധ്യാപനത്തിനുള്ള ഒരു അടിസ്ഥാന യോഗ്യതയാക്കിയിട്ട് നെറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ ഈ നെറ്റ് പരീക്ഷ പാസ്സാവുന്നതോടുകൂടി നമുക്ക് കോളേജിൽ പഠിപ്പിക്കാനുള്ള ഒരു എലിജിബിലിറ്റി നമുക്ക് കിട്ടുകയാണ്, അതും BEd ഇല്ലാതെ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, നമ്മൾ PG പഠിക്കുന്ന സമയത്ത്, ഞാൻ PG ഫസ്റ്റ് സെം പഠിക്കുന്ന സമയത്താണ് നെറ്റ് ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ഈ PG പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നെറ്റ് നമ്മൾ പഠിച്ച് എഴുതിയെടുക്കുക. വെറുതെ ജസ്റ്റ് ഒന്ന് എഴുതുക എന്നുള്ളൊരു സെൻസിൽ മാത്രമായിരുന്നു ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. വലിയ പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടായിരുന്നില്ല പോയത്. നെറ്റിനെ പറ്റി അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു.
പിന്നീടാണ് നമ്മുടെ സീനിയേഴ്സിനോടും നമ്മുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇത് ക്വാളിഫൈഡ് ആയ ശേഷമാണ് മനസ്സിലാവുന്നത് സ്കൂളുകളിലെല്ലാം നേരിട്ട് കോളേജ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള, അതും BEd കൂടാതെ കോളേജ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യത തരുന്ന ഏക എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് നെറ്റ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടെറ്റ് ആണെങ്കിലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളെ പഠിപ്പിക്കാനുള്ള സെറ്റ് ആണെങ്കിലും അതിനോടൊപ്പം എന്തു വേണം? BEd എന്നുള്ള ഒരു കോഴ്സ് നിങ്ങൾ കഴിയണം. പക്ഷെ നെറ്റ് പരീക്ഷയിൽ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട? BEd വേണ്ട. BEd ഇല്ലാതെ നിങ്ങൾക്ക് കോളേജ് ലെവലിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഇത് സെറ്റിനോ കേട്ടറ്റിനോ ബാധകമല്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, സെറ്റ് ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും ഒക്കെ എഴുതണമെങ്കിൽ അതിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ BEd നിർബന്ധമാണ് ഈ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കാൻ. പക്ഷെ നെറ്റ് എടുത്താൽ എന്ത് വേണ്ട? BEd ഇല്ലാതെ നേരെ കോളേജ് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഈ ഒരു ഇന്റർവ്യൂകൾക്കൊക്കെ പോയി എന്ന് വിചാരിക്കുക, ഇതിന് എക്സ്ട്രാ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നെറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾ ഇനിയിപ്പോ PG കഴിഞ്ഞ് നിങ്ങൾ ഇനിയിപ്പോ BEd ഒക്കെ എടുത്തു എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് സെറ്റും ഇല്ല, നിങ്ങൾക്ക് കേട്ടറ്റും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനാണ് ഇഷ്ടം. നിങ്ങൾ നെറ്റ് എഴുതി എടുത്തു, നിങ്ങളുടെ ജീവിത ഒരു 3 വർഷം 4 വർഷമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ജീവിത സാഹചര്യം മാറുന്നു, നിങ്ങൾ ഭയങ്കര ബിസിയാണ്, പക്ഷെ നിങ്ങളൊരു BEd എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടം കോളേജ് കുട്ടികളെ പഠിപ്പിക്കാനല്ല സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാനാണെന്ന് വിചാരിക്കുക. ഈ ഒരു സെറ്റ് എഴുതിയെടുക്കാനുള്ള ആരോഗ്യം, മാനസിക നിലയോ ആരോഗ്യസ്ഥിതിയോ ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് വേണ്ട? സെറ്റ് എഴുതണ്ട. നെറ്റ് എഴുതി കിട്ടിയ ഒരാൾക്ക് സെറ്റ് സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല. നെറ്റ് തന്നെ എന്താണ്? യോഗ്യതയായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ നെറ്റ് ഒരു പരീക്ഷ എഴുതി നമ്മൾ ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റും വേണ്ട, സ്ലെറ്റും വേണ്ട, അവരെന്താ നെറ്റ് ഒരെണ്ണം മാത്രം മതി. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഒരുപാട് ഇളവുകൾ തരുന്ന ഒരു യോഗ്യത കൂടെയാണ് നെറ്റ് എന്ന് പറയുന്ന യോഗ്യത. ഇത് പ്രധാനമായിട്ടും നമ്മുടെ NTA ആണ് നടത്തുന്നത്. 2018 ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കി മാറ്റിയത്. അതിനു മുമ്പ് ഇത് CBSE ഒക്കെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന പരീക്ഷയിൽ നിന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകുന്നത് 2018 അപ്പോ അന്ന് മുതൽ വരെ ഇപ്പൊ ഏതാണ് NTA തന്നെയാണ് നടത്തി വരുന്നത്. ഒരു UGCയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു അറിയിപ്പ് ഉണ്ടായി. 2024 അതായത് അടുത്ത സൈക്കിൾ മുതലുള്ള നെറ്റിന്റെ 83 സബ്ജക്റ്റുകളോളം ഉള്ള പേപ്പറുകളില് എന്ത് വരികയാണ്? മാറ്റങ്ങൾ വരികയാണ്. സിലബസ് പരിഷ്കരിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഈ നെറ്റ് എഴുതിയെടുക്കുന്ന ആൾക്കാർക്ക്, ഇതിപ്പോ നെറ്റ് എന്നുള്ള ഒരു പരീക്ഷയല്ല കേട്ടോ, ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആൾക്ക് JRF എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ക്വാളിഫൈഡ് ആവാൻ പറ്റും. അതായത് നെറ്റിന് ഒരു 300 മാർക്കിനാണ് നെറ്റ് ചോദിക്കുന്നത്. അതായത് 150 ചോദ്യങ്ങള് 2 മാർക്ക് വെച്ച് 300ലാണ് നമുക്ക് ചോദ്യം വരുന്നത്. അതില് ഇവരൊരു കട്ട് ഓഫ് വെക്കും. നെറ്റിനും JRFനും വേണ്ടി ഒരു കട്ട് ഓഫ് വെക്കും. അതില് ഉയർന്ന കട്ട് ഓഫ്, JRFന് ഉയർന്ന കട്ട് ഓഫിന് മുകളിലുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടും? JRF എന്നുള്ള ഒരു കാര്യം ക്വാളിഫൈഡ് ആകും. അതിന് പ്രകാരം റിസർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള നിയമപ്രകാരം 37,000 രൂപ നമുക്ക് എന്ത് കിട്ടും? കയ്യിൽ കിട്ടും. ഇത് കൂടാതെ കണ്ടിജൻസി ഫീസ്, HR, പിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ എന്താവും? JRF എന്നുള്ള തുക SRF ആവും. 42,000 43,000 രൂപയാണ് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാൾ വാങ്ങുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ 1 മാസത്തെ തുകയേക്കാൾ അധികം ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യും? ഈ JRF ക്വാളിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ JRFനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു എന്നുള്ളതല്ല, നമ്മൾ നെറ്റിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. JRFനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യാം? ഒരു ലാസ്റ്റ് ടൈമിൽ എന്നോട് ചോദിച്ചാലും മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാനത് എന്ത് ചെയ്യാം? തുടങ്ങാം. നമ്മൾ നെറ്റ് പരീക്ഷയില് നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു പരീക്ഷയെ നമ്മൾ നല്ല സീരിയസ്നെസ്സോട് കൂടി തന്നെ നമ്മൾ നോക്കിക്കാണും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, JRF ഉള്ള തുക കൂട്ടിയിട്ടുണ്ട്. 32,000 നിന്ന് 37,000 രൂപയാക്കിയിട്ടുണ്ട്. ഒരു 5 വർഷം കൂടുമ്പോഴേക്കും തന്നെ നല്ലൊരു തുക സേവ് ചെയ്യാനും നല്ലൊരു തുക തന്നെ ഒരു ജീവിതത്തിന്റെ ഒരു കാൽഭാഗത്തോളം രക്ഷപ്പെടുന്ന ഒരു തുക ഏതെന്ന് കിട്ടുകയാണ്? JRF എന്ന് ഒരു ആൾക്ക് കിട്ടുകയാണ്. അപ്പൊ കൂടുതലായിട്ടും ഈ
UGC നെറ്റ് പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ പരീക്ഷയുടെ നിലവാരം ഉയർത്താനാണ് നോക്കുന്നത്. അതിന്റെ ഒരു പടിയായിട്ട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് പരിഷ്കരണം നടത്തുന്നത്. സിലബസ് പരിഷ്കരിക്കുമ്പോൾ എത്ര ആൾക്കാർ ഇത് ക്വാളിഫൈഡ് ആക്കണം എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്, എത്ര പേര് ഇതിന്ന് നമുക്ക് പുറന്തള്ളാം, എത്ര പേരെ നമുക്ക് ഈ പരീക്ഷയിൽ നിന്ന് പുറന്തള്ളാം. ഏറ്റവും സമർത്ഥനായുള്ള ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരീക്ഷയായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഈ പറയുന്ന നെറ്റ് എന്നുള്ള പരീക്ഷ മാറാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ മാറുന്ന സമയത്ത് നമ്മൾ എന്തെന്ത് കാര്യങ്ങളാണ് നമ്മുടെ പ്രിപ്പറേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്, നമുക്ക് ലഭിക്കുന്ന സിലബസ് നന്നായിട്ട് നമ്മുടെ സിലബസിന്റെ ഒബ്സർവ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം ചിട്ടയായി പഠിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ ടീച്ചറെ സിലബസ് മാറാൻ പോവുകയാണല്ലോ, സിലബസ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിൽ തുടങ്ങി നമ്മൾ പഠിക്കും? അങ്ങനെയുള്ള ആശങ്ക വേണ്ട. നമ്മുടെ മലയാളത്തിന്റെ പേപ്പർ നമുക്കറിയാലോ. എന്താ ഈ മലയാളത്തിന്റെ സിലബസിലുള്ള പ്രത്യേകത? 3 കൊല്ലം ഡിഗ്രി പഠിച്ചതും 2 കൊല്ലം ഫുള്ളായിട്ട് PG പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ ടോട്ടലായിട്ട് പഠിക്കുന്നതാണ് നെറ്റിന്റെ സിലബസ്. നെറ്റിന്റെ സിലബസ് പോലെ വലിയൊരു സിലബസ് വേറെ ഇതില്ല. എല്ലാ കാര്യവും മലയാളത്തിലെ എന്താ പറയാ പൊട്ടും പൊടിയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യണത്, ഇത്ര കാലം വരെയും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഈ 3, 2, 5 കൊല്ലം നമ്മൾ പഠിച്ച സകല അറിവിന്റെയും ഒരു കേന്ദ്രമാണ് ഈ പറയുന്ന നെറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതില് കാര്യമായിട്ടുള്ള മാറ്റങ്ങള് വരികയാണെങ്കിലും ഒന്നും നമുക്ക് എന്താ പറയാ ക്യാൻസൽ ചെയ്ത് പോവാനില്ല. ഇപ്പൊ നമുക്കറിയാം, ആദ്യകാല മലയാള പദ്യം, ആദ്യകാല മലയാള ഗദ്യം, ലിപി വ്യവസ്ഥ, വ്യാകരണം, പിന്നെന്താ ആദ്യകാല വേറെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിഘണ്ടുക്കളാണെങ്കിലും അതുപോലെ തന്നെയുള്ള കഥ, കവിത കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഏത് ഭാഗവും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല. പകരം എന്ത് ചെയ്യും, സിലബസിൽ എന്താ സംഭവിക്കുക, കൂട്ടിച്ചേർത്തു കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു എന്ത് ചെയ്യാം, സിലബസ് പരിഷ്കരിക്കും. കുറെ കൂടെ വിപുലമായ ഒരു പഠന മേഖലയാക്കി നമുക്ക് സിലബസ് തരുന്നല്ലാതെ കുറെ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കാര്യത്തില് നമുക്ക് ഫുള്ളായിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റും. കാരണം സിലബസ് വന്നാലേ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും അറിവ് ലഭിച്ചാൽ മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്ത് അനലൈസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ പറയുന്ന ഉത്തരാധുനികതയിലുള്ള കുറെ കൃതികൾ, അതുപോലെ പുതിയ എഴുത്തുകാരുടെ വരികളും പുതിയ എഴുത്തുകാരുടെ കൃതികളുമായി കൂട്ടിച്ചേർക്കാനുള്ളത് ഗോത്ര കവിതകൾ, ഗോത്ര പെൺകവിതകള്, അതുപോലെ തന്നെ എന്താ ദളിത് സ്റ്റഡീസ്, വുമൺ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങള്, അതുപോലെ തന്നെ ഇപ്പൊ പറയുന്ന ജനപ്രിയ സാഹിത്യം, ടെലിവിഷന്റെ സ്വാധീനം, അതുപോലെ തന്നെ സൈബർ മേഖലയുടെ സ്വാധീനം, ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പ്രവണതകളെ ആയിരിക്കാം ഇനിയിപ്പോ സിലബസിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. കാരണം ഉത്തരാധുനികതയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പരിസ്ഥിതി പഠനം, ദളിത് പഠനം, അതുപോലെ തന്നെ ഗോത്ര ജീവിത പഠനം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും അതിലുണ്ടായിട്ടുള്ള പാശ്ചാത്യ മാതൃകകളെയും കൂടെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മുടെ സിലബസിന്റെ നവീകരണം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. മാത്രമല്ല ഇപ്പൊ വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇപ്പോ ഇന്റഗ്രേറ്റഡ് PG ആക്കുന്നുണ്ട് മലയാളത്തിൽ പല സ്ഥലങ്ങളിലും. ഈ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള PG, ഇന്റഗ്രേറ്റഡ് UG PG എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോഴും അവിടെ നടക്കുന്ന എന്താണ്, സിലബസ് പരിഷ്കരണമാണ് നടക്കുന്നത്. അപ്പൊ ആ സിലബസുകൾ ശ്രദ്ധിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ പഠന മേഖലകൾ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. സോ ഇത് NEP നടക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, UGC നെറ്റ് പരീക്ഷയും പരിഷ്കരിക്കപ്പെടുകയാണ്. അപ്പോ ഈ സിലബസിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങള് എന്തായിരിക്കാം, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാവാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ വരുന്ന മാറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. നിലവിലുള്ള സിലബസിനെ പറ്റിയിട്ട് തറവാക്കി വെക്കണം. എന്നാലാണ് പുതിയ സിലബസിൽ എന്തെന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ UGC നെറ്റ് 2024 നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന മക്കൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പഠനം നിങ്ങൾ കൊണ്ടുപോവുക. ഒന്നാമത്തെ കാര്യം. അപ്പൊ സിലബസ് നന്നായി നോക്കണം. സിലബസിലുള്ള കാര്യങ്ങൾ അതിന്റെ ഓർഡർ പ്രകാരം തന്നെ പഠിക്കണം. എന്തിനാ മക്കളെ ഓർഡർ പ്രകാരം പഠിക്കണം എന്ന് പറയണമെന്നറിയോ,
അതിലൊരു ഓർഡർ ഉണ്ട്. അതിലെ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ പദ്യസാഹിത്യത്തിലാണെങ്കിലും ഗദ്യസാഹിത്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ദൃശ്യകലയുടെ മേഖലയിലാണെങ്കിലും തുടക്കം, അതിന്റെ ഒരു വിപുലീകരണം, പിന്നെ അതിന്റെ അപചയം, അല്ലെങ്കിൽ അതിലെ പുതിയ പ്രവണതകൾ എല്ലാം ഒരു ക്രൊണോളജിക്കൽ ആയിട്ടുള്ള ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എവിടെന്നെങ്കിലും പിക്ക് ചെയ്ത് പഠിക്കുന്ന ഒരാള്, ശരിയാണ്, അവർ കണ്ടന്റ് പഠിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വൃത്തിയായി അവർ കണ്ടന്റ് പഠിക്കും. പക്ഷേ അതും ഇതും, അതായത് രണ്ട് സംഭവങ്ങളും തമ്മിലുള്ള ഒരു കൂട്ടിയിണക്കല് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. അതായത് എല്ലാം വെവ്വേറെ കഷ്ണമായിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. കഷ്ണങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഇവയെല്ലാം തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോ അത്തരത്തിൽ എന്ത് ചെയ്യുക, സിലബസിൽ പോകുന്നത് പോലെ തന്നെ കൃത്യമായ ഒരു കാലഗണനയ്ക്കനുസരിച്ച് എന്ത് ചെയ്യുക, വിഷയങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പഠനം നമ്മൾ മുന്നോട്ട് വെക്കണം. രണ്ടാമത്തെ കാര്യം പുതിയ അറിവുകൾ ആർജിക്കൽ. എന്താണ് ഈ പുതിയ അറിവുകൾ ആർജിക്കൽ എന്നറിയോ? അതില് നമ്മൾ ഈ പുതിയ അറിവുകൾ ആർജിക്കുക എന്ന് പറഞ്ഞാൽ സിലബസുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസുകളിൽ വരുന്ന മാറ്റം. ഇപ്പൊ നിങ്ങൾ തന്നെ PG പഠിക്കുന്നതിൽ പലരും ഉണ്ടാവുമായിരിക്കും. അതിൽ PGയിൽ ഇപ്പോ 4th സെമ്മൊക്കെ ആവുന്ന സമയത്ത് കോംപ്ലിമെന്ററി കോഴ്സുകൾ, അപ്പൊ എന്താ പറയാ, നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന കോഴ്സുകൾ ഉണ്ടല്ലോ, ആ കോഴ്സുകൾ, നമ്മുടെ എലക്റ്റീവ് കോഴ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെയാണ് എലക്റ്റീവ് കോഴ്സ് എന്ന് പറയുമ്പോൾ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ത്രീ ദളിത് പരിസ്ഥിതി, അതുപോലെ തന്നെ വിശ്വസാഹിത്യം, നാടകം, സിനിമാ പഠനം, മാധ്യമ പഠനം എന്നൊക്കെയുള്ള വെവ്വേറെ കാറ്റഗറികളായിട്ട് ഉണ്ട്. ഇങ്ങനെയുള്ള പുതിയ പഠന മേഖലകൾ, അല്ലെങ്കിൽ ഈ മേഖലകളിൽ വന്നിട്ടുള്ള പുതിയ പഠനങ്ങള്, പുതിയ വേർഡ്സ്, അല്ലെങ്കിൽ പുതിയ തിയറീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. ഇപ്പൊ ഒരു കുറച്ചു കാലത്തെ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ജനപ്രിയ സാഹിത്യം, അതുപോലെ തന്നെ നവ മാർക്സിസം, അതിന്റെ പുതിയ പ്രവണതകള്, അങ്ങനെ ഒരു 5 കൊല്ലത്തിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ തിയറീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചു കാണുന്ന ഒരു പുതിയ ശീലം നെറ്റ് പരീക്ഷയില് കണ്ടുവരുന്നുണ്ട്. അപ്പോ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്തെടുക്കുക. നമുക്ക് കിട്ടുന്ന ഓരോ പുതിയ അറിവിനും ഇത് നെറ്റിന് വേണ്ടതല്ല, ഇത് വേറെ സാധനമാണ് എന്ന് പറഞ്ഞ് മാറ്റാതെ, നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ആ കാര്യത്തിനോട് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ വേണം. നമുക്ക് ഒരു സാധനം പഠിക്കാനിരിക്കുമ്പോൾ, നെറ്റ് എന്നല്ല, LDO HSSTO ഏത് പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും, LPUP ഏത് പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് വേണ്ട സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ മാത്രം മതി. നിങ്ങൾ കുറെ ഒബ്സർവേഷൻ ഇല്ലാത്ത ഒരാള് കാണാതെ പഠിച്ചത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല, അവര് മറന്നു പോകും. നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, കണക്ട് ചെയ്യാൻ പഠിക്കുക, കണ്ടന്റുകളെ കണക്ട് ചെയ്യാൻ പഠിക്കുക. ഒന്നേ ഒബ്സർവ് ചെയ്യുക, കണക്ട് ചെയ്യുക, ശേഷം എന്ത് ചെയ്യുക, നമുക്ക് തരുന്ന ഒരു കണ്ടന്റിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ആ ഒരു അറിവ് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് വെക്കണം. നെറ്റ് പോലുള്ള ഒരു പരീക്ഷയില് നിങ്ങളുടെ അറിവിനെ അളക്കാനല്ല ഇപ്പൊ അവര് ശ്രമിക്കുന്നത്, നിങ്ങളുടെ ഓർമ്മശക്തി അളക്കാനുമല്ല അവര് ശ്രമിക്കുന്നത്. കുറെ ശരിയുത്തരങ്ങൾ തന്ന ശേഷം അതിൽ ഏറ്റവും യോജിച്ച ഒരു ശരിയുത്തരം കണ്ടെത്താനുള്ള ചോദ്യങ്ങളായിരിക്കാം ചോദിക്കുന്നത്. അപ്പോ ഇവിടെ നിങ്ങളുടെ ഒരു അഭിരുചി കൂടെയാണ് എന്ത്, നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉള്ള ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, നെറ്റ് പരീക്ഷ മാറുകയാണ്. ഓർത്തു വെക്കാൻ പലർക്കും കഴിയും, പക്ഷെ അതൊരു മിടുക്കാവണമെന്നില്ല. ഇവർക്ക് വേണ്ടത് എന്താണ്, ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം, ഏറ്റവും ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഏറ്റവും ശരിയ ഉത്തരത്തിലേക്ക് കുട്ടി എത്ര പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മളുടെ ഒരു മികവായിട്ട് കാണുന്നത്. സോ അത്തരത്തിൽ എന്ത് ചെയ്യുക, പുതിയ അറിവ് ആർജിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയത്തിനോടും അല്ലെങ്കിൽ ഇതര വിഷയങ്ങളോടും നമുക്കുണ്ടാവുന്ന ഒരു ഒബ്സർവേഷൻ വേണം. അത് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, ഒരു വിഷയത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. മൊത്തത്തിൽ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞ് ആസ്വദിച്ച് പഠിക്കണം. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താണ്, ആനുകാലികങ്ങള് അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിലെ വിവരങ്ങള് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ വരുന്ന കേളി, റിസാല, അതുപോലെ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ്, വാരിക, അതുപോലെ തന്നെ എന്താ ഈ പറയുന്ന പച്ചക്കുതിര, സാഹിത്യലോകം, ഗ്രന്ഥലോകം, വിജ്ഞാന കൈരളി, അങ്ങനെ കുറെ മാസികകള് അല്ലെങ്കിൽ കുറെ ആനുകാലികങ്ങള്, പ്രസിദ്ധീകരണങ്ങള്, പിന്നെ ഈ ജേണലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു മാസത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചൊന്ന് നോക്കുക. ജസ്റ്റ് അതിലുള്ള എഡിറ്റോറിയലുകളൊക്കെ ഒന്ന് മറിച്ചു നോക്കുക. അപ്പോ ആ എഡിറ്റോറിയലിലും ലേഖനങ്ങളിലൊക്കെ
പുതിയ വിവരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരുപാട് കണ്ടന്റ്സ് എന്തുണ്ടാകും അതിനകത്ത് ഉണ്ടാകും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. ഇപ്പൊ ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. നമ്മുടെ സിലബസ്, പഴയ സിലബസിൻ പ്രകാരം ആട്ടാ ഞാൻ പറയണേ, നമ്മുടെ സിലബസിൻ പ്രകാരം നമ്മൾ കുറെ റെഫറൻസുകൾ എടുക്കും. ഇപ്പോ സാഹിത്യ ചരിത്രങ്ങളാണ് നെറ്റ് പഠിക്കേണ്ട വിദ്യാർത്ഥി പഠിക്കേണ്ടത് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, നമുക്ക് പഴയ കാര്യങ്ങളോ ഒക്കെ അറിയാനായിട്ട് എന്ത് പറ്റും, സാഹിത്യ ചരിത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എരുമേലിയുടെ മലയാള സാഹിത്യം കാലഘട്ടങ്ങളിലൂടെ, KM ജോർജിന്റെ സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ, പിന്നെ പന്മനയുടെ സമ്പൂർണ്ണ മലയാള സാഹിത്യ ചരിത്രം, TM ചുമ്മാറിന്റെ ഗദ്യസാഹിത്യം, പദ്യസാഹിത്യം, ഇത് കൂടാതെയുള്ള നിരൂപണ സാഹിത്യം, അങ്ങനെയുള്ള കുറെ നമുക്ക് ടെക്സ്റ്റുകൾ നമുക്ക് കിട്ടും. അതിലൊക്കെ നമുക്ക് കിട്ടുന്ന എന്താ, മുൻപുള്ള അറിവാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ പുതിയ അറിവ്, പുതിയ കാര്യങ്ങള്, പുതിയ എഴുത്തുകാരുടെ സവിശേഷതകള്, ഉത്തരാധുനിക എഴുത്തുകാരുടെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ പഴയ ഈ പറയുന്ന സാഹിത്യ ചരിത്രങ്ങൾ മറിച്ച് നോക്കല്ലേ, അതുകൊണ്ട് കാര്യമില്ല. പകരം എന്ത് ചെയ്യണം, ഇതുപോലുള്ള ആനുകാലികങ്ങള്, പ്രസിദ്ധീകരണങ്ങള്, റിസർച്ച് ജേണലുകള്, അതിലൊക്കെയാണ് അതിനെപ്പറ്റി കാര്യങ്ങളുണ്ട്, പഠിക്കുക, ശ്രദ്ധ വയ്ക്കുക. ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതെ എന്ത് ചെയ്യാം, നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും നമുക്ക് അറിവാം. ഈ അറിവ് നല്ലത്, ഈ അറിവ് മോശം എന്നുള്ളതല്ല, എവിടെ നിന്ന് കിട്ടിയാലും നമുക്ക് അറിവാണ്. എങ്ങനെ വന്നാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എറിഞ്ഞിട്ടും. ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ആയിരിക്കണം നിങ്ങൾ പരീക്ഷയെ സമീപിക്കണമെങ്കിൽ. പിന്നെ ചോദ്യങ്ങളെ പറ്റിയിട്ടുള്ള സാമാന്യ ധാരണ വേണം. അതിനെന്താ ചെയ്യേണ്ടത്, മുൻകാല ചോദ്യ പേപ്പറുകളെ ഒന്ന് നോക്കുക, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ചോദ്യങ്ങളെ പറ്റിയിട്ടുള്ള സാമാന്യ ധാരണ കിട്ടും. അതും അല്ലെങ്കിൽ ഒരു നിലവാരം നോക്കുക, നെറ്റ് പരീക്ഷയുടെ ചോദ്യത്തിന്റെ നിലവാരം എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അപ്പോ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു പരീക്ഷയെ പറ്റിയിട്ടുള്ള ഒരു അകൽച്ച മാറി, ഇത് ഇങ്ങനെയാണ് സാധനം, ഞാൻ നോക്കട്ടെ എന്ന സെൻസിലേക്ക് എന്ത് ചെയ്യും, നമ്മള് മാറിക്കിട്ടും. ഇനിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളുമായിട്ടുള്ള ഇടപെടല്. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു നെറ്റ് പഠിക്കുന്ന ഒരു പഠിതാവ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ, മുൻവർഷ ചോദ്യങ്ങളായിട്ട് ഇടപെടണം, അതുമായിട്ട് അവലോകനം ചെയ്യണം, അത് നിരന്തരം ചെയ്യണം. അതായത് രണ്ടാമത് പറഞ്ഞു, നിരന്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, PYQs പ്രാക്ടീസ് ചെയ്യുക. അത് കൂടാതെ എന്ത് ചെയ്യണം, നമ്മൾ നെറ്റ് പഠിക്കുക കേട്ടോ. നമ്മൾ നെറ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു സെറ്റിന്റെ പേപ്പർ അവിചാരിതമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക, സെറ്റ് പരീക്ഷയുടെ. ഞാൻ നെറ്റാ പഠിക്കുന്നത്, എനിക്ക് സെറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിടരുത്. പകരം എന്തായിരിക്കും, നമ്മൾ പഠിക്കാത്ത ഒരു കാര്യം ആ സെറ്റ് പരീക്ഷ പേപ്പറിൽ ഉണ്ടാവും. സെറ്റ് മലയാളത്തിന്റെ ചോദ്യത്തിൽ നമ്മൾ പഠിക്കാത്ത ഒരു സാധനം ഉണ്ടാകും. ചിലപ്പോൾ അതായിരിക്കാം നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കുക. അപ്പോ കേട്ടറ്റിലെ, അതായത് കേട്ടറ്റ് മലയാളം കാറ്റഗറി 3യിലെ ക്വസ്റ്റ്യൻസ്, സെറ്റിലെ ചില ക്വസ്റ്റ്യൻസ്, ഇതും പഠിക്കുക. HSSTയിലെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെയ്തു നോക്കുക. ശേഷം നെറ്റിന്റെയും പേപ്പർ എടുത്ത് ചെയ്തു നോക്കുക. നമ്മൾ ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്താലേ നമുക്കൊരു ചിലപ്പോൾ ചിലർക്ക് 50 ക്വസ്റ്റ്യൻ എങ്കിലും നിൽക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക, സന്നദ്ധത ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നാലാമത്തെ കാര്യം എന്താ, നാലാമത്തെ അടുത്ത പോയിന്റ് എന്താണ്, ആധികാരികമായ ഗ്രന്ഥങ്ങളെ മാത്രം പഠനത്തിനായി ആശ്രയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, സാഹിത്യ ചരിത്രങ്ങള് പഠനത്തിനായി ആശ്രയിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഗൈഡുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, എല്ലാം ശരിയാണ്. ഗൈഡുകൾ നമുക്ക് മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണെന്നറിയോ മക്കളെ, എളുപ്പത്തിൽ പഠിക്കാം. എളുപ്പത്തിൽ പഠിക്കാൻ എന്ന് പറഞ്ഞ് ഒരു പറയും, എളുപ്പത്തിൽ പഠിക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, ഈസി മലയാളം എന്നൊക്കെ ഉള്ള ഒരു ടൈറ്റിൽ, ഈസി എന്നുള്ള ഒരു കാര്യമാണ് നമ്മളോട് മുന്നോട്ട് വെക്കുന്നത്. കുറഞ്ഞ സമയത്തിൽ എങ്ങനെ എളുപ്പം പഠിക്കാം. ഓക്കെ, അത് മാർക്കറ്റിങ്ങോ എന്തെങ്കിലും ആകട്ടെ, പക്ഷെ കുറഞ്ഞ സമയത്തിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളത് ചിന്തിക്കുക. ഇപ്പൊ അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏകദേശം 1 വേർഡുകൾ ആയിരിക്കാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കണ്ടിട്ടുള്ള ഗൈഡുകളൊക്കെ എന്താ, 1 വേർഡുകളൊക്കെ ചോദിക്കുന്ന ഗൈഡുകളാണ്. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ എത്താനും ഏറ്റവും നല്ലത് എന്താണ്, ഈ പറയുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങളാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ റെഫറൻസ് ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ്, ഒരു ആധികാരികത കൂടുതലാണ്. ഗൈഡുകളിൽ എന്തായിരിക്കും, ഒന്നിലൊന്ന് പറയും, വേറെ ഒരെണ്ണത്തിൽ വേറൊന്ന് പറയും. ശരിയാണ്, എല്ലാവർക്കും തെറ്റുപറ്റും, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ഒരു തെറ്റായ ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു തെറ്റായ അറിവ്
പലരെയും എന്ത് ചെയ്യും, അതേ തെറ്റിലേക്ക് തന്നെ നയിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, കണ്ടന്റ് നമ്മൾ പഠിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓക്കെ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയും ഞാൻ പറയുന്ന എല്ലാ പോയിന്റിലും ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മാർത്ഥത, ആത്മാർത്ഥത, ആത്മാർത്ഥത എന്നുള്ളത്. നമുക്ക് പരീക്ഷ നമ്മൾ ക്വാളിഫൈഡ് ആയാലും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു സാധനത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു പ്രവൃത്തിയിലേക്ക്, ബന്ധങ്ങളിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം. അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പഠിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത് ആത്മാർത്ഥമായിട്ട് സമയം കണ്ടെത്തുക. അയ്യോ ഞാൻ ഇന്നിപ്പോ 3 മണിക്കൂർ പഠിച്ചല്ലോ, അയ്യോ അയ്യോ, ഈ അയ്യോ അയ്യോ നിർത്തുക. അയ്യോ അയ്യോ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, 3 മണിക്കൂർ എനിക്കിന്ന് പഠിക്കാൻ പറ്റി, ഇത്ര കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്ന സമാധാനത്തോടു കൂടി ഉറങ്ങുക. ഇത്ര പഠിച്ചു എന്നുള്ളത് സന്തോഷമായിട്ട് ഇരിക്കുക. പഠിക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സ്വീകരിക്കാനുള്ള മനസ്സാണ് ഒരു വിദ്യാർത്ഥി ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയും. വെറും പരീക്ഷ ജയിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല. നിങ്ങൾ നാളെ ഈ പരീക്ഷ ജയിച്ച് നിങ്ങൾ നെറ്റും JRF എല്ലാം നേടിക്കഴിഞ്ഞ് നിങ്ങൾ ഒരു സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് ഒരു ജോലിക്ക് പോവുക. നിങ്ങളോട് ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മുന്നേ പഠിച്ചതായിരിക്കും, പക്ഷെ നമുക്കത് എടുത്ത് പറയാൻ പറ്റണം. അതാ പറയുന്നത്, നമ്മൾ ആത്മാർത്ഥമായി പഠിച്ച സാധനങ്ങൾ നമുക്ക് വേണം, ഞാൻ നേടും, എനിക്കിത് അറിയാൻ വേണ്ടിയാ ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞൊരു കുട്ടി ഒരു പുസ്തകത്തെ സ്വീകരിക്കാന്ന് കരുതുക. ആ പഠിച്ചത് ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് പോവില്ല. കാരണം എന്താണെന്നറിയോ, അതിൽ ആത്മാർത്ഥത അവർ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്റെ അനുഭവങ്ങളിൽ നിന്നാ ഞാൻ പറയുന്നത്. ഞാൻ വേറെ ഒരു പുസ്തകം വായിച്ചിട്ടോ വേറെ ഒരാൾ പറയുന്നത് കേട്ടിട്ടില്ല. എന്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓരോ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് മടി തോന്നും, നമുക്ക് ചിലപ്പോ കുറച്ച് ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങും. പക്ഷെ ഇറങ്ങി കഴിയുമ്പോ എന്ത് ചെയ്യും, നമുക്ക് സാധിക്കാതെ വരുമ്പോ പകുതിക്ക് വെച്ച് നിർത്തരുത്. നിർത്തുന്നവരെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കോച്ചിങ്ങില് പ്രതീക്ഷിക്കുന്നേ ഇല്ല. നേരത്തെ തന്നെ ഞാൻ കൂട്ടി പറയാം. എന്തുകൊണ്ടാണ് ഇത്ര റഫായിട്ട് പറയുന്നത് നിങ്ങൾക്ക് തോന്നരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ഇമ്പോർട്ടൻസ് ആയിരിക്കും. എനിക്കിത് വേണം, ഞാൻ നേടും, എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള 4 പേരെ മതി. ഓക്കെ, ഉദാസീനമായിട്ട് ഇതില്ലെങ്കിൽ അടുത്ത സൈക്കിളിൽ ഞാൻ പിടിക്കും, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം വരികയല്ലേ പരീക്ഷ, ആറ്റിറ്റ്യൂഡ് നന്നല്ല. ആ ആറ്റിറ്റ്യൂഡ് ഉള്ളവരല്ല നമുക്ക് വേണ്ടത്. എനിക്ക് ഇത്തവണ തന്നെ വേണം, എനിക്ക് ഇത്തവണ കൂടിയ മാർക്കിൽ എനിക്ക് JRF ക്വാളിഫൈഡ് ആവണം, ഇത്ര മാർക്ക് തന്നെ എനിക്ക് നെറ്റ് വേണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ളവരെ മതി. അപ്പോ ആ ഒരു മനസ്സുള്ളവരെന്ത് ചെയ്യാം, ഞങ്ങളുടെ കൂടെ കൂടുക. ഇത്ര നേരമായിട്ട് ഞാൻ ക്രിസ്റ്റലിനെ പറ്റിയിട്ട് ഒരു വാക്ക് പറഞ്ഞില്ല. ഇത്രയും ഞാൻ നേരെ പറഞ്ഞിട്ടുള്ള പോയിന്റുകളില് ക്രിസ്റ്റലിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താലും ക്രിസ്റ്റലിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിലും ഒരു കുട്ടി ഒരു പരീക്ഷ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ അവരെ നോക്കിക്കാണണം എന്നുള്ളതിനെ പറ്റി മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. നിങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിലും ഇങ്ങനെ ഒരു അപ്രോച്ച് നിങ്ങൾ വിഷയത്തോട് അല്ലെങ്കിൽ പരീക്ഷയോട് വെക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് അതിന്റെ ഗുണം ഭാവിയിലും നിങ്ങൾക്കത് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത്രയും വേണം, നമ്മുടെ ഒരു ആഗ്രഹമല്ല, നമ്മുടെ ആവശ്യം. മുമ്പ് മൻസൂർ അലി സാറിന്റെ ഒരു ക്ലാസ് കണ്ടപ്പോ സാർ ഇങ്ങനെ ഒരു പരീക്ഷയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു പരീക്ഷയെ ആവശ്യം, ആഗ്രഹം, അത്യാഗ്രഹം, അങ്ങനെ ഏതൊരു 3 ടോപ്പിക്കിൽ പെടുത്താം. നമുക്ക് ആഗ്രഹമാണെങ്കിൽ അതിൽ ഒരുപാട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. ആവശ്യമാകുമ്പോ എന്താണ്, അത് കൂടിയേ തീരൂന്നാവും. നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ എന്താ, അതില്ലാതെ പറ്റില്ല, അത് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തും. അപ്പോ അത്യാവശ്യക്കാരാവുക, പരീക്ഷകൾക്ക് അത്യാവശ്യക്കാരാവുക, നെറ്റിന് അത്യാവശ്യക്കാരാവുക, JRFന്റെ 37,000 രൂപ എന്നുള്ള രൂപയ്ക്ക് അത്യാവശ്യക്കാരാവുക. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയാം. ഞാൻ 2018 ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആയി. ശേഷമുള്ള കുറച്ച് ശ്രമങ്ങൾക്ക് ശേഷം 2023, അതിനിടയ്ക്ക് ഞാൻ കുറെ കോളേജുകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ 2023 ഞാൻ എന്ത് ചെയ്യുന്നത്, JRF എടുക്കുന്നത്. അത് കുറച്ച് നമ്മൾ പുറത്തിറങ്ങി ഈ ജീവിതമൊക്കെ പഠിക്കുമ്പോഴാണ് പൈസക്ക് എത്രമാത്രം വാല്യൂ ഉണ്ട്, അത് നമ്മളുടെ വ്യക്തിത്വത്തിന് എത്രമാത്രം ബാധിക്കുന്നു, ജീവിതത്തിൽ എത്രമാത്രം അത്യാവശ്യമാണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് എത്രമാത്രം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ JRF എനിക്കൊരു ആഗ്രഹമായിരുന്നില്ല, JRF എനിക്കൊരു അത്യാവശ്യമായിരുന്നു.
നേരത്തെ നെറ്റ് എന്നുള്ളത് ആഗ്രഹമായിരുന്നു, പക്ഷെ എനിക്ക് JRF എന്തായിരുന്നു? അത്യാവശ്യമായിരുന്നു. ആഗ്രഹം എന്നതിൽ നിന്ന് അത്യാവശ്യമായപ്പോ എന്റെ പഠന രീതി മാറി. അപ്പൊ എന്ത് ചെയ്തു? ഇനി നാളെ ഓരോ സെന്ററിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര നാളെ അടുത്ത തവണ എന്നെ ഇങ്ങോട്ട് വരുത്തരുതേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ JRF എന്ത് ചെയ്തു? അത്യാവശ്യമായി മാറി. അപ്പോ എന്നെ പോലെ ഒരു 5 വർഷത്തെ ഗ്യാപ്പ് എടുക്കണ്ട, ഉടനെ തന്നെ എന്ത് ചെയ്യാ? നിങ്ങൾ JRF അത്യാവശ്യക്കാരാവുക. 37,000 രൂപ എന്നുള്ളത് ഒരു ചെറിയ തുകയല്ല. ഒരു സർക്കാർ ജീവനക്കാരൻ, ഒരു LD ക്ലർക്ക്, പുതിയതായിട്ട് ചേർന്ന ഒരു LD ക്ലർക്ക് വാങ്ങുന്നതിനേക്കാളേറെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു പൈസയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വെച്ച് നീട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? അവസരങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അനാവശ്യമായിട്ടുള്ള ആശങ്ക, ടെൻഷൻ. അയ്യോ എനിക്കിത് കിട്ടുമോ, എനിക്കിത് കിട്ടില്ലേ, കിട്ടിയില്ലെങ്കിൽ എന്താവും, അവൾ എന്ത് വിചാരിക്കും, അവൻ എന്ത് വിചാരിക്കും? വേണ്ട, ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ അനുവദിക്കരുത്. അനാവശ്യമായിട്ടുള്ള ഒരു ടെൻഷനും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. ഞാനിത് നേടും, ഞാനിത് നേടിയിരിക്കും, എനിക്കിത് അത്യാവശ്യമാണ്. അപ്പൊ എനിക്ക് എന്താ ടെൻഷൻ? ദൂരെ പോ, എനിക്ക് അറിയാനുള്ള അറിവ് അകത്തേക്ക് വാ. നമ്മളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ വാതിൽ തുറക്കുന്നത്. ആര് കയറി വരണം എന്നുള്ളത്. നമ്മുടെ വീട്ടില് വാതിൽ നമ്മൾ തുറന്നു കൊടുക്കില്ലേ? നമ്മൾ വീട്ടിൽ വാതിൽ തുറന്നു കൊടുക്കുന്ന എല്ലാവർക്കും കയറാനില്ല, നമ്മൾ വിളിക്കുന്നവര് കയറി വരാൻ വേണ്ടിയിട്ടാ. അതുപോലെയാണ് ആശങ്ക നിങ്ങളുടെ ഉള്ളിലുണ്ടോ? വാതില് തുറന്നു കൊടുക്കുക, കടക്ക് പുറത്ത്. എന്ത് ചെയ്യുക? കോൺഫിഡൻസിനെ അകത്ത് കയറ്റുക. അനാവശ്യമായിട്ടുള്ള സിലബസ് മാറുന്നു, ഈശ്വര എന്തായിരിക്കും സിലബസ്? മാറുന്നത് മാറട്ടെ, വരുന്നത് നമ്മള് വഴി വെച്ച് നമ്മൾ കാണും. അതുപോലെ ഇപ്പൊ പറയാണ്, ഇപ്പൊ നെഗറ്റീവ് മാർക്ക് വരുമോ, ഈശ്വര സിലബസ് മാറുമോ, എനിക്ക് ഒന്നും അറിയില്ലല്ലോ. ഒന്നും അറിയില്ലെന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാ നമുക്ക് അറിയാവുന്നത് കൂടെ കയ്യിൽ നിന്ന് പോകും. അറിയാൻ വേണ്ടിയാ ഞാൻ ഇരിക്കുന്നത്, ഇത് അറിഞ്ഞിട്ടേ ഞാൻ പോകൂ. ഈ ഒരു ഗഡ്സ് നമ്മൾ ജീവിതത്തോട് വെക്കുക. പരീക്ഷ എന്ന് മാത്രമല്ല, ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വരും. വരുന്നത് വരട്ടെ, ഞാനത് വഴി വെച്ച് ഞാൻ കണ്ടോളാം. പല പ്രശ്നങ്ങൾക്കും ആദ്യത്തെ സൊല്യൂഷൻ എന്താണെന്നറിയോ? ആ പ്രശ്നത്തെ നേരിടുക എന്നുള്ളതാണ്. നമുക്കൊരു ആശങ്കയുണ്ടോ, അതിനെ ദൂരീകരിച്ച് മുന്നോട്ട് പോവുക. മനസ്സിൽ ഒരു ഭാഗത്ത് ആശങ്ക വെച്ച് മക്കളെ, നിങ്ങൾ എത്ര പഠിച്ചാലും എന്ത് ചെയ്യില്ല, നിങ്ങൾക്കൊരു സംതൃപ്തി വരില്ല. മനസ്സിന് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താണ്? സംതൃപ്തിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചോ 18 മണിക്കൂർ പഠിച്ചോ എന്നുള്ളത് കാര്യമല്ല. നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടോ? ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാർ പറയും, ഞാൻ 18 മണിക്കൂർ പഠിച്ചു കേട്ടോ എന്ന് പറയും. അപ്പൊ നമുക്കൊരു ആശങ്ക, ഈശ്വര 18 മണിക്കൂർ ഈ പെണ്ണ് പഠിക്കണ, ഇവള് എന്ത് പഠിപ്പായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷേ അതിന് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സംതൃപ്തി ആയിരിക്കില്ല ചിലപ്പോ 3 മണിക്കൂർ പഠിക്കുന്ന എനിക്ക് കിട്ടുന്നത്. 3 മണിക്കൂർ പഠിച്ചോ, ഇരിക്കട്ടെ, പഠിച്ചത് വൃത്തിക്ക് പഠിക്കുക. എന്ത് ചെയ്യുക? ആശങ്ക അങ്ങോട്ട് ഇറക്കി വിടുക. ശേഷം എന്ത് ചെയ്യുക? സംതൃപ്തി മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത്തിരി പഠിച്ചാലും മനസ്സ് ഹാപ്പി ആക്കി വെക്കുക. ഓക്കെ, നമ്മൾ ആന പോലെ കുറെ പഠിച്ച് 1000 ക്വസ്റ്റ്യൻ പഠിച്ചു എന്ന് വിചാരിക്കുക, അതിലാകെ 100 ക്വസ്റ്റ്യൻ അല്ലേ വരുള്ളൂ. അങ്ങനെ ചിന്തിക്കുക. ആ 100 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണെങ്കിലോ? അങ്ങനെ പോസിറ്റീവായിട്ട് എന്ത് കാര്യത്തെയും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മുടെ ചുറ്റും നിന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും, എടി ഞാൻ 1500 ക്വസ്റ്റ്യൻ പഠിച്ചേ. ചില യൂട്യൂബിൽ ഇങ്ങനെ പറയും 1000 ക്വസ്റ്റ്യൻ 50 മിനിറ്റിൽ എന്നൊക്കെ പറയും. 1000 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണ്ട, വേണ്ട 5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി ഒരു ദിവസം. 1000 ക്വസ്റ്റ്യൻ പഠിക്കുന്നത് വലിയ മതിപ്പായിട്ട് ഞാൻ നോക്കി കാണുന്നില്ല. പകരം വേണ്ടത് കുറച്ച് വൃത്തിക്ക് പഠിക്കുക, അത് ചെയ്യുക. അപ്പൊ അനാവശ്യമായിട്ടുള്ള ആശങ്ക എന്ത് ചെയ്യണം? മാറ്റിക്കളയുക. രണ്ടാമത്തെ കാര്യം, ഉദാസീനമായിട്ട് പരീക്ഷയെ സമീപിക്കുന്ന രീതി വേണ്ടവേ വേണ്ട. അത് ക്രിസ്ത്യനോട് യോജിച്ച് നിൽക്കുന്നവർ തീരെ വേണ്ട. ഇപ്പോ ക്രിസ്ത്യനിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യും? ക്ലാസ്സുകൾ തരും. കൃത്യമായിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യും? ടെസ്റ്റ് പേപ്പർ തരും. അതായത് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് പേപ്പർ തരും. പറഞ്ഞ സമയത്തിൽ എന്ത് ചെയ്യുക? ഒരു ടൈം പീരീഡ് വെക്കും. ആ സമയത്തിൽ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക. ഇപ്പോ ഒരു നെറ്റിന്റെ കോമൺ ഗ്രൂപ്പിൽ ഞാൻ മുമ്പ് ക്വസ്റ്റ്യൻസ് ഇടായിരുന്നു. ക്വസ്റ്റ്യൻസ് കുറച്ച് ഒഴിവാക്കാനുള്ള കാരണവും എനിക്കുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഇട്ട സമയത്തോ അല്ലെങ്കിൽ അത് ഇട്ട് ഒരു 2 ദിവസത്തിനുള്ളിലോ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അവര് വേറെ എപ്പോഴെങ്കിലും ആയിരിക്കും, അവരുടെ എല്ലാ സമയവും കഴിഞ്ഞ ശേഷമായിരിക്കും അതിനൊരു ആൻസർ ചെയ്യാൻ അവർ തയ്യാറാവുന്നത്. അത് തന്നെ നമ്മൾ പരീക്ഷയെ സമീപിക്കുന്ന രീതിയായിട്ട് ബന്ധപ്പെട്ട് ആവശ്യക്കാരൻ എന്ത് ചെയ്യും? ഉടനെ അത് കണ്ടുപിടിച്ച് അതിൽ ഉത്തരം ചെയ്ത് അതിന്റെ ഉത്തരം എന്ത് ചെയ്യും? എഴുതി വെക്കും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യും, ടീച്ചറെ ഇത്ര ദിവസം ആയല്ലോ ക്വസ്റ്റ്യൻ ഇട്ടിട്ട്, അതിന്റെ ഉത്തരം ഇടുന്നില്ലേ?
അപ്പൊ നമുക്ക് മനസ്സിലാകും അവൻ ആവശ്യക്കാരനാണ്, ഓക്കെ അവന് കൊടുക്കണം, അങ്ങനെ നമുക്കും തോന്നും. ഇത് ഉദാസീനത നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അത് നാളെയും പഠിക്കാലോ, നാളെയും പഠിക്കാം, നാളെയും എഴുതാം, എപ്പോഴോ വരുന്ന നെറ്റിന് ഇപ്പൊ തന്നെ ഞാൻ കൊട പിടിച്ച് നിക്കണോ എന്ന രീതിക്കാരെന്ത് ചെയ്യാ, വേണ്ടവേ വേണ്ട, പരീക്ഷയെ സീരിയസ്നെസ്സോടുകൂടി കാണുന്നവരും മതി. പിന്നെ അത് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിൽ നാളെയല്ലേ, ഇപ്പോഴാണെങ്കിൽ ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ, പിന്നെ പഠിക്കാം, നാളെ പഠിക്കാം, അങ്ങനെയുള്ള മനോഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടോ, മാറ്റിക്കളയുക. അത് നിങ്ങളെ ദുഷിപ്പിക്കും. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇപ്പൊ ചിലവരിങ്ങനെ പറയും, ഞാൻ 10 മിനിറ്റ് പഠിക്കും, 15 മിനിറ്റ് പഠിക്കും. ഇത് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചിട്ടയായി പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ബാധകമാവുന്നുള്ളൂ. ഇപ്പൊ ചിലർ പറയും, ഞാൻ പരീക്ഷയ്ക്ക് തലേ ദിവസം ഇരുന്ന് പഠിച്ചിട്ടും എനിക്ക് A+ കിട്ടി, ഞാൻ നെറ്റ് പരീക്ഷയ്ക്ക് 3 ദിവസം മുൻപ് പഠിച്ചിട്ടാണ് എനിക്ക് ഇത് കിട്ടിയത് എന്ന് പറയും. ഞാൻ അത്തരക്കാരെ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ IQ ലെവലും അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു സമയത്തുള്ള കാര്യങ്ങളാണ്. ഞാൻ അവരെ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വളരെ സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇപ്പൊ ചിലർക്ക് യോജിക്കും, ചിലർക്ക് യോജിക്കില്ല. ഞാൻ പറയുന്നതിൽ ചിലർക്ക് കടുപ്പം ഫീൽ ചെയ്യും. പക്ഷെ ജീവിതം എന്നുള്ളത് എന്താണ്, യാഥാർത്ഥ്യം എന്നുള്ളത് ഒരു വശം കടുപ്പം തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം നോക്കുക, ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരിൽ നിന്ന് അകന്നു മാറുക. ഏറ്റവും ചെയ്യേണ്ട കാര്യമാണ്, ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവര്. എടി നീ ഇപ്പൊ ഫസ്റ്റ് ഇയർ അല്ലേ ആയല്ലോ, എന്റെ അനുഭവത്തിൽ നിന്ന് പറയാട്ടോ ഞാൻ. പക്ഷെ അത് ഡീമോട്ടിവേറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മോളെ നീ എന്തിനാ ഇപ്പൊ തന്നെ നെറ്റ് എഴുതുന്നത്, ഇപ്പോഴൊന്നും നെറ്റ് എഴുതണ്ട, അതൊക്കെ 2 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതേണ്ടതാണ്. എന്നാ അവര് പറയും, അയ്യോ നമ്മള് ടെൻഷൻ ആവും, അടുത്തത് 2 കൊല്ലത്തിനുള്ളിൽ ഇത് പാസ്സായില്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് റിജക്റ്റ് ആവും, അത് പറഞ്ഞ് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഇല്ലെങ്കിൽ അടുത്ത തവണ എഴുതാലോ, ഇപ്പൊ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് എഴുതുന്നത്. അതുപോലെ നമുക്ക് നമ്മൾ കാസ്റ്റില് ഇത്രയും എന്താ പറയാ ഇത്രയും വ്യത്യാസം ഉള്ളതാണ്. അപ്പൊ നമുക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല. ജനറൽ കാറ്റഗറിക്ക് ഭയങ്കര കൂടിയ കട്ട് ഓഫ് ആയിരിക്കും. നമ്മളൊന്നും എഴുതിയ കിട്ടില്ല. വെറുതെ 700 രൂപ കളയണ്ട, 600 രൂപ കളയണ്ട. അതുപോലെ തന്നെ ഞാനൊരു 3 തവണ നെറ്റ് എഴുതിയിട്ടും കിട്ടിയില്ല, എന്നിട്ടാണോ നിനക്ക് കിട്ടുന്നത്, നല്ല പാടാ കേട്ടോ നെറ്റ് കിട്ടുന്നത്. ഇങ്ങനെ പറയുന്നവരെ ഓക്കെ ഓക്കെ ശരി കേട്ടോ, ഓക്കെ കേട്ടോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ പഠനം തുടങ്ങുക, നിങ്ങൾ നിങ്ങളുടെ പഠനം തുടരുക. അവരിൽ നിന്ന് പറഞ്ഞ് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് കേൾക്കുക. നമുക്ക് എന്തിനാ 2 ചെവി വന്നിട്ടുള്ളത്, ഒന്ന് കേൾക്കാനും ഒന്ന് വിട്ടുകളയാനാണ്. ഒരു ചെവി കൂടെ അവരുടെ ഡിമോട്ടിവേഷൻ കേൾക്കുക, അടുത്തതിൽ കൂടെ വിടുക. എടുക്കരുത്. നമുക്ക് വേണ്ടത് മാത്രമേ, ആരെന്ത് പറഞ്ഞാലും നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരിൽ നിന്നും. അതുപോലെ തന്നെ മലയാളം പഠിച്ചിട്ട് എന്താവാനാണ്, ഇപ്പൊ കോളേജിലൊന്നും ഒഴിവില്ല കേട്ടോ. നെറ്റ് പഠിച്ച് JRF PhD പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് വേറെ കാര്യം, നാളത്തെ കാര്യം നാളെ. ഇന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ക്വാളിഫിക്കേഷൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുക, ഇന്ന് ചെയ്യേണ്ട പരീക്ഷകൾ ഇന്ന് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ്, ഇത്ര പേര് നെറ്റ് എഴുതുന്നുണ്ടാവും, നമുക്കൊക്കെ കിട്ടുമോ, എറിഞ്ഞിടുക. വേറൊന്നുമില്ല, എറിഞ്ഞിടുക. ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്യുക. ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് എന്ത് ചെയ്യുക, പരീക്ഷാ സമയത്ത് കുറച്ച് മാറി നിൽക്കുക. അത് എത്ര നല്ലവരാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനുശേഷം നമുക്ക് നാളെയും ആരെ കാണാം, ഈ കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാം, അവരെങ്ങും പോവില്ല. പക്ഷെ പരീക്ഷ ഒരു സമയത്തേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും, നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനും ആയിരിക്കില്ല അവർ മനസ്സോടെ പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യരുത്, നമ്മൾ നിന്ന് കൊടുക്കരുത്. കാരണം ഒരു പ്രായത്തില് നമ്മൾ നേടേണ്ടതൊക്കെ എന്ത് ചെയ്യുക, നേടുക. ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്കൊരു നഷ്ടബോധം തോന്നാൻ പാടില്ല. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ, അയ്യോ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് പറയാൻ എന്ത് ചെയ്യരുത്, ഒരിടയുണ്ടാവാൻ പാടില്ല. അപ്പോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പക്വത ജീവിതത്തില് മുന്നോട്ട് വെക്കുക. ഓക്കെ, നമ്മളെല്ലാം കറക്റ്റ് ആയത് കൊണ്ടല്ല പറയുന്നത്, നമുക്ക് പിഴച്ച ഭാഗങ്ങൾ, നമുക്ക് തെറ്റിയ ഭാഗങ്ങൾ ഇനി വരുന്നവർക്ക് എന്ത് ചെയ്യരുത്, തെറ്റരുത്. ഞാൻ ഫസ്റ്റ് സെമ്മിൽ ഇപ്പോ നെറ്റ് ക്ലിയർ ചെയ്തത് കൊണ്ട് പിന്നീടുള്ള സെമ്മുകളിൽ എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ടി വന്നില്ല. പിന്നീടുള്ള സെമ്മുകളിൽ ഞാൻ എന്തിനു ശ്രദ്ധിച്ചു, നമ്മുടെ സെം എക്സാമുകൾക്ക് ശ്രദ്ധിച്ചു. അതിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്തു, കഴിഞ്ഞു. അതിൽ നമുക്ക് റാങ്ക് നേടാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്, ആദ്യം തന്നെ ഈ നെറ്റ് പരീക്ഷ നമ്മൾ
സോറി ഈ പറയുന്ന ക്ലിയർ ചെയ്തു, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലാരിഫൈ ചെയ്തു, അത് നമ്മൾ ക്വാളിഫൈഡ് ആയി. ഇനി എന്ത് നോക്കണ്ട, ഇനി നെറ്റിനെ പറ്റി ചിന്തിക്കണ്ട. ഇനി എന്തിനെ പറ്റി ചിന്തിച്ചാൽ മതി? സെം എക്സാമിനെ പറ്റി ചിന്തിക്കുക, മാർക്കിനെ പറ്റി ചിന്തിക്കുക, ജോലിയെ പറ്റി ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ എന്ത് ചെയ്യാണ്, ആ ഒരു വഴിത്തിരിവ് അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഒരു അരമണിക്കൂറിൽ എനിക്ക് എത്രമാത്രം പറയാൻ പറ്റുന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പൊതുവായി പറയാനുള്ളത്. ഇനിയിപ്പോ ക്രിസ്റ്റൽ നടത്തുന്ന UGC നെറ്റ് മലയാളത്തിന്റെ കോഴ്സ് എന്ന് പറയുന്നത് 5 മാസത്തിന്റെ ഡ്യൂറേഷൻ ആണ് ഉള്ളത്. ഓൺലൈൻ ക്ലാസ്സുകൾ, അതായത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡ് ക്ലാസ്സുകളും പിന്നെ ലൈവ് സെഷൻസും നമുക്കുണ്ട്. ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഉള്ളത്. ജനുവരി 1 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വേണം, ഇത് അത്യാവശ്യ കാര്യം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പറയുന്ന സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകൾ, റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഓരോ ടോപ്പിക്കിനും പ്രത്യേകം ടെസ്റ്റ് പേപ്പേഴ്സ് ആണ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാകും, ഓൺലൈൻ പോൾ ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള പോലെ തന്നെ നിങ്ങൾ ഇപ്പോ റെഗുലർ ബാച്ചിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യും, എന്താ പറയാ, ഈ പറയുന്ന ഓൺലൈൻ ആയിട്ടുള്ള പോളുകൾ ഉണ്ടാകും. പിന്നെ വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും. പിന്നെന്താ ഈ പറയുന്ന മന്ത്ലി വീക്ക്ലി ഒക്കെ നിങ്ങളുടെ ഒരു എക്സലൻസ് നോക്കാൻ, നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നുള്ള നിങ്ങളുടെ പഠന നിലവാരം അളക്കാൻ വേണ്ടി എന്ത് ചെയ്യും, വീക്ക്ലി എക്സാമുകൾ ഇടും. എന്നിട്ട് അത് ഞാൻ നോക്കും, ആരാണ് കുറവ് മാർക്ക്, എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അന്വേഷിക്കും. ഓക്കെ, ഇതിനൊക്കെ പറ്റുന്നവര് നിൽക്കുക. പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ PYQ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ PDF നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കൂടാതെയുള്ള മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് എന്താ പറയാ, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പൊതുവെ ഒരു പാക്കേജ് വരുന്നത് 5000 രൂപയ്ക്കാണെങ്കിലും 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അഡ്മിഷൻ തുടങ്ങുന്നത് ഒരു സമയം മുതൽ 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പാക്കേജ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളൊരു സ്കോളർഷിപ്പ് ടെസ്റ്റ് വെക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക ഇനി പറയുന്ന കാര്യം. സ്കോളർഷിപ്പ് ടെസ്റ്റ് വെക്കുന്നുണ്ട്. നിങ്ങൾ ക്രിസ്റ്റലിൽ അഡ്മിഷൻ എടുത്തോ എടുത്തില്ലയോ, നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടപെടുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്കോളർഷിപ്പ് ടെസ്റ്റിനെ നിങ്ങൾ കാണുക. വളരെ സീരിയസ്നെസ്സോട് കൂടി തന്നെ സ്കോളർഷിപ്പ് ടെസ്റ്റിനെ കാണുക. അതില് 5 പേർക്ക് 2500 രൂപയ്ക്ക് 50% ഓഫറിൽ 2500 രൂപയ്ക്ക് എന്ത് കിട്ടും, 5 പേർക്ക് ഈ ഒരു ഫുൾ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്കൊക്കെ ലിങ്കുകൾ അവൈലബിൾ ആയിരിക്കും. അത് ഗ്രൂപ്പിൽ വഴിയെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഞാനത് ഷെയർ ചെയ്യുന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ശ്രീലക്ഷ്മി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, ചോദിച്ചോളൂ. ചോദിക്കാനുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എടുത്തോ എടുത്തില്ലയോ, നിങ്ങൾ എന്തായിരിക്കണം, ഈ പറയുന്നത് പോലെ നിങ്ങൾ അത്യാവശ്യക്കാരായിരിക്കുക. നമ്മൾ ഈ ഒരു അക്കാഡമിക് മേഖലയിൽ അത്യാവശ്യക്കാരായിരിക്കുക. വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ്. എന്ത് കോമ്പറ്റീഷൻ വന്നാലും ഞാൻ അടിപൊളിയായിട്ട് എഴുതുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുക. ഓക്കെ, എന്തിനെ നമ്മൾ പേടിച്ച് മാറി നിൽക്കുക, അതിനെ ആശങ്കപ്പെട്ട് മാറി നിൽക്കുക എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, വരുന്നിടത്ത് വെച്ച് കാണും, വരുന്നത് പോലെ നമ്മൾ കാണും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് വെക്കുക. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും? മാം, ഞാനിപ്പോ പേപ്പർ 1ന്റെ ക്ലാസ് ഞാനിപ്പോ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റലിന്ന്. അപ്പോ പേപ്പർ 2ന്റെ ക്ലാസ് ജനുവരി 1 തൊട്ടാണ് തുടങ്ങുക? അതെ, അഡ്മിഷൻ തുടങ്ങി. അതിനു മുമ്പായിട്ട് സ്കോളർഷിപ്പ് എക്സാം ഉണ്ടാവും. അതിൽ വിൻ ചെയ്ത ഓഫറോടുകൂടി അല്ലെങ്കിൽ നമ്മൾ ഫുൾ പൈസയും കൊടുത്തിട്ട് നമുക്ക് ക്ലാസ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ 2 ക്ലാസ്സും പേപ്പർ 1ന്റെയും 2ന്റെയും ഒരേ ടൈം തന്നെയായിരിക്കും, ഡിഫറെന്റ് ടൈം ആയിരിക്കും? എങ്ങനെയാണ്? ലൈവ് വരുന്നതാണോ? ലൈവ് വരുന്നത് അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് തരുമല്ലോ,
അപ്പോ ഇത്ര ആഴ്ചയിൽ ഇത്ര ക്ലാസ് പേപ്പർ 1ന്റെ ഇത്ര ക്ലാസ് മലയാളത്തിന്റെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു ടൈം ഉണ്ടല്ലോ, ഈ ടൈമൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും കിട്ടുക. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിവൊക്കെ വരികയാണെങ്കിൽ അതിന്റെ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ പേപ്പർ 1ഉം 2ഉം കൂടിയാണ്. പേപ്പർ 1ന്റെ ഞാൻ കണ്ട 30+ ക്ലാസ് എന്നാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പേപ്പർ 1ന് മാത്രമാണോ? അതിന് പേപ്പർ 2ന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത്. പേപ്പർ 1നെ പറ്റിയിട്ടുള്ള കാര്യമൊക്കെ ദൃശ്യ എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചിയാണ് നോക്കുന്നത്. അപ്പോ എന്ത് ചെയ്താൽ മതി, എനിക്ക് മെസ്സേജ് ഇട്ടാലും ഞാൻ എന്ത് ചെയ്യാം, ദൃശ്യക്ക് അത് ഫോർവേഡ് ചെയ്യാം. അല്ലെങ്കിൽ ദൃശ്യയുടെ നമ്പർ അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അവര് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അതിന്റെ ഒരു ശരി. ഓക്കെ. ഇനി അത് സ്കോളർഷിപ്പ് ടെസ്റ്റ് വരുമ്പോ ഗ്രൂപ്പിൽ വരുമല്ലോ അല്ലെ? വരും. ഗ്രൂപ്പിൽ എല്ലാവരും അറിയിക്കും. അതിലൊരു എന്താ പറയുക, ഒരു ലിങ്ക് തരും. അപ്പോൾ സ്കോളർഷിപ്പ് എക്സാം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ ഒരു ഫോം ഉണ്ടാവും, ഫോം ഫില്ല് ചെയ്യുക. അപ്പൊ നമ്മള് എന്താ പറയുന്നത്, നമ്മളിത് വിൻ ചെയ്യാന്നുള്ളത് നമ്മുടെ അത്യാവശ്യമായിരിക്കണം. കാരണം 5 പേർക്ക് 2500 രൂപയ്ക്കാണ് ഈ സാധനം കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ ഈ 2500 ഞാൻ പഠിക്കുള്ളൂ എന്നുള്ള ആവേശത്തോടു കൂടി എന്ത് ചെയ്യുക, ആ ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതാനുള്ള ഒരു എന്ത് ചെയ്യാം, മനസ്സുണ്ടാക്കി എടുക്കാം, മനസ്സ് ഹാപ്പി ആക്കി വെക്കുക. അതിൽ പേപ്പർ 2 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും, മലയാളം മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ്? അതെ അതെ അതെ. ഓക്കെ മാം. ഇനിയിപ്പോ കോമൺ ആയിട്ട് അവരിപ്പോ ഒരു ടെസ്റ്റ് വെക്കണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടല്ല, മലയാളത്തിൽ ഈ പറയുന്ന ഇതായിരിക്കും, 1 വേർഡുകളാണ് ഉള്ളത്. കാരണം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 1 വേർഡുകളാണ് ഉണ്ടാവുക. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാൻ എന്തെങ്കിലും മടി ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ഒക്കെ ഇടാം കേട്ടോ. ഞാൻ അവൈലബിൾ ആയിരിക്കും. ഇല്ലല്ലോ? അപ്പൊ ഞാൻ കട്ട് ചെയ്തോട്ടെ, ഞാൻ നിർത്തിക്കോട്ടെ, ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ. അപ്പൊ എല്ലാവരും ഈ കണ്ട 15 പേരും വളരെ അത്യാവശ്യക്കാരായിരിക്കുക, സ്കോളർഷിപ്പ് എക്സാം എഴുതുക, പിന്നെന്താ വരുന്നത്, നല്ല രീതിക്ക് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോ എല്ലാവർക്കും നന്ദി. നന്നായിട്ട് പഠിക്കുക, പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ഞാൻ ഇത് എൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, താങ്ക് യു.